ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. എൻ്റെ പേര് ആനി. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. ഇതെന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ് സാൻഡ്വിച്ചൊക്കെ. അപ്പോൾ അതിന് ഉപയോഗിക്കാവുന്ന ഒന്നാണ് മയണൈസ്. മയണൈസ് നമ്മൾ പൊതുവേ വാങ്ങിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് വെച്ച് ഉപയോഗിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകും, ഫ്രിഡ്ജിലിരിക്കും, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞും പോകും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള മയണൈസ് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് വേണ്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്? അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 2 മുട്ടയുടെ വെള്ളയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വയ്ക്കാം. നമ്മൾ മുട്ടയിലൊരു ചെറിയ ഒരു ദോരം മുകളിലിട്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് വെള്ളം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കണം. വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നമുക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി 1 സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് വെളിച്ചെണ്ണ ഇതിൽ ആഡ് ചെയ്യരുത്, അത് ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇത് ഒന്നിച്ച് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ രണ്ടായിട്ട് ആഡ് ചെയ്ത് അടിച്ചെടുക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. മയണൈസ് ഉണ്ടാക്കുമ്പോൾ തിക്കായിട്ട് തോന്നിയില്ലെങ്കിൽ നമ്മൾ അല്പം കൂടി ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ കുറവാണെങ്കിൽ തിക്കായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഓയിലാണ് അതിൻ്റെ പ്രധാന സംഭവം. അതേപോലെ നമ്മളൊരു 4 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോഴേ നമുക്ക് കറക്റ്റ് ആ ഒരു പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ആ കറക്റ്റ് പെർഫെക്റ്റ് ലുക്കിൽ നമുക്ക് മയണൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മയണൈസ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു ദോഷവും ഇല്ലാത്ത മായം ചേരാത്ത മയണൈസ് ഏറ്റവും ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഈ രീതിയിൽ സാധിക്കും. ഒരു ഗാർലിക് ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ ഇപ്പോൾ ഒരെണ്ണത്തിന് പകരം 2 എണ്ണമൊക്കെ ആഡ് ചെയ്യാം.